നമസ്കാരം. ചാനൽ പൈപ്ലസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇത് ഒരു സഹായ അഭ്യർത്ഥനയാണ്. ധനസഹായ അഭ്യർത്ഥനയല്ല, ജോലിക്ക് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥന. ജോലി നഷ്ടപ്പെട്ട ഒരു പാവം മനുഷ്യന് ജോലി ലഭിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള അഭ്യർത്ഥനയാണിത്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ മനുഷ്യനെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് കടക്കാം. ഇപ്പോൾ ഇത് കൊടുങ്ങല്ലൂർക്കാരനായ ജമാൽ 19-ാം വയസ്സിൽ തുടങ്ങിയ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് 1987. ഇപ്പോൾ 58 വയസ്സായി. കർട്ടൻ ഇൻറ്റീരിയർ ജോലിയിൽ അനുഭവസമ്പന്നനായ വിദഗ്ധൻ. ജമാലിന് 4 മക്കൾ. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. മറ്റു 3 പേരും പഠിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ മകൾ പഠിക്കുന്നത് MBBS-നാണ്. 2 കുട്ടികൾ ഖുർആൻ മനഃപ്പാടമാക്കിയ ആഫുദുകളാണ്. ജമാലിന് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ നല്ല ജോലിക്കാരനാണ്. അതിൻ്റെ ആത്മധൈര്യത്തിലാണ് ഒരു പാർട്ട്ണറുടെ കൂടെ ദുബായിൽ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങിയത്. ആഡംബര വില്ലകളുടെ വർക്കുകളായിരുന്നു അധികവും കിട്ടിയിരുന്നത്. ഷോപ്പുകളുടെ ഇൻറ്റീരിയറും ചെയ്യുമായിരുന്നു. നല്ല വർക്കായതുകൊണ്ട് തന്നെ ജമാലിന് നല്ല ജോലി തിരക്കായിരുന്നു. സ്ഥാപനം നോക്കി നടത്തിയിരുന്നത് വിദ്യാസമ്പന്നനായ പാർട്ട്ണറായിരുന്നു. പക്ഷേ പാർട്ട്ണർ ചതിച്ചു. സ്ഥാപനം വൻ നഷ്ടത്തിലായെന്നാണ് ജമാൽ പറയുന്നത്. ഇപ്പോൾ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഇയാൾ. ആരുടെയും ഔദാര്യം വേണ്ട, സൗജന്യവും വേണ്ട. ജോലി ചെയ്യാനറിയാം. ഷോപ്പുകളുടെയും വില്ലകളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം കർട്ടൻ, ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം ബോർഡുകൾ, ഡെക്കറേഷൻ എല്ലാം ചെയ്യാനറിയാം. ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്തതിൽ 4 പതിറ്റാണ്ട് കാലത്തെ പരിചയവുമുണ്ട്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞതോടെ വർക്കുകൾ കുറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, നാട്ടിലെ കുടുംബത്തിൻ്റെ ചെലവുകൾ, സ്വന്തം ചെലവുകൾ, കൂടെ കുറിയിലേക്ക് കടക്കാനുള്ള വൻ തുകയും എല്ലാം കൊണ്ടും ജീവിതം വഴിമുട്ടി. ഇനി ഒന്നേയുള്ളൂ വഴി. സന്മനസ്സുള്ളവർ സഹായിക്കണം, വർക്കുകൾ നൽകണം. എന്നാൽ വീണ്ടും ഒരു നല്ല ജീവിതം അതുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇയാൾ. ഞാൻ കർട്ടൻ, സോഫ, വാൾപേപ്പർ എല്ലാ വർക്കുകളും ചെയ്യുന്ന ആളാണ്. ഞാൻ മദീനത്ത് ജുമേരയിലെ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാബൽ ഷംസിലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ജബ്ലാലിലൊരു അമേരിക്കൻ കമ്പനിയുടെ മിലിറ്ററിയിലേക്ക് വേണ്ടിയിട്ടുള്ള കർട്ടൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫീസുകൾക്കുള്ള കർട്ടൻ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ഇതുകളും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളെ പരിചയമുള്ള ആളുകളുടെ അടുത്ത് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രശ്നത്തിലാണ്. മക്കൾ പഠിക്കുന്നുണ്ട്. ഒരു മോള് MBBS-ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഹാഫിൾ കൂടിയാണ്. മകനും അതെ ഹാഫിളാണ്, അവനും പഠിക്കുന്നുണ്ട്. അപ്പം കുറേ കടങ്ങളുണ്ട്. എനിക്ക് വർക്ക് തന്നിട്ട് സഹായിക്കണം. അല്ലാണ്ട് വേറൊരു സാമ്പത്തിക സഹായമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വർക്ക് ഇത്തിരി മോശമാണ്. പക്ഷേ വർക്ക് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അതിനുവേണ്ടി എല്ലാ ആൾക്കാരും അവരുടെ കഴിവിൻ്റെ പരമാവധി ആൾക്കാരോട് നമ്മളുടെ നമ്പർ പാസ് ചെയ്യുക. കർട്ടൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ജിപ്സം ബോർഡ് എന്നിവയുടെ എല്ലാം വർക്കുകൾ മറ്റാരെക്കാളും മനോഹരമായി തനിക്ക് ചെയ്യാനാവുമെന്ന ആത്മധൈര്യമുണ്ട്. പക്ഷെ എല്ലാവരും വർക്കുകൾ നൽകുന്നത് ഉടമയുടെയും സ്ഥാപനത്തിൻ്റെയും ജാടയും മോടിയും നോക്കിയാണ്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പോലും അറിയാത്തതും ജോലി കിട്ടുന്നതിന് തടസ്സമാകുന്നുണ്ടെന്നാണ് ജമാൽ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ജമാലിനെ സഹായിക്കാൻ സന്മനസ്സുള്ള മലയാളികളെങ്കിലും തയ്യാറാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത് കാണുന്ന നല്ലവരായ മലയാളികൾ സ്ഥാപനത്തിൻ്റെ മോടി നോക്കാതെ, ആളിൻ്റെ ജാട നോക്കാതെ, കഴിവിൻ്റെ മേന്മ മാത്രം നോക്കി ഇയാളെ സഹായിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കാരണം മലയാളികൾ മനസ്സലിയുള്ളവരാണ്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ. അവരുടെ സഹായം ഇയാൾക്കുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും.